ഹലോ എവരിവൺ. ആദ്യമായി എൻ്റെ ചാനൽ സന്ദർശിച്ചതിന് നന്ദി. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വെറൈറ്റി കഥയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കഥയുടെ ഒരു ചെറിയ ഉള്ളടക്കം ഞാനിപ്പോൾ പറഞ്ഞു തരാം. പുതുതായി വാങ്ങിയ വീട്ടിലേക്ക് താമസം മാറി വരുന്ന കുടുംബം. എന്നാൽ അവരറിയാത്ത ഒരു രഹസ്യം ആ വീടിനുണ്ടായിരുന്നു. ഒരുപാട് പേര് മരിച്ച വീടിനുള്ളിൽ ശരിക്കും എന്താ ഉള്ളതെന്ന് നമുക്ക് ഈ കഥ കേട്ടുകൊണ്ട് തന്നെ മനസ്സിലാകാം. 2024 റിലീസായ ഹൊറർ ഫാന്റസി ജനറിൽ പെടുന്ന നൈറ്റ് സ്വിം എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളും കൂടി ഇല്ലെങ്കിൽ നമ്മളില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 1992 കാലഘട്ടം. ഒരു വേനൽക്കാല രാത്രി. ഉറങ്ങിക്കൊണ്ടിരുന്ന റെബേക്ക, ദീ കെടുക്കുന്നതാണ് നമ്മുടെ റെബേക്ക, പെട്ടെന്ന് ഉണരാണ്. എന്തോ ശബ്ദം കേട്ട് വീണ്. അത്രയും നമ്മൾ നന്നായിട്ട് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ചെറിയ ശബ്ദം കേട്ട് നമ്മളെല്ലാവരും എണീക്കും. ജനാലിലൂടെ മുറ്റത്തുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കുമ്പോൾ ഒരു കളിബോട്ട് തനിയെ ഓടിക്കൊണ്ടിരിക്കുന്നു. അവളുടെ അനുജൻ്റെ ബോട്ടാണെന്നത് മനസ്സിലാക്കിയതോടെ അവൾ അത് എടുക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഇടയിൽ അവൾ അവനെ ചെന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ നല്ല ഉറക്കമായതിനാൽ കുഞ്ഞനുജൻ എണിക്കുന്നില്ല. എന്തായാലും അവനത് എടുത്തു കൊടുക്കാം എന്ന് വിചാരിച്ച് റെബേക്ക ഇപ്പോൾ ആരും അറിയാതെ അതെടുക്കാൻ വേണ്ടി വരികയാണ്. എന്നാൽ അവൾ അവിടെ നിന്ന് വന്ന് സ്വിമ്മിംഗ് പൂളിനടുത്തെത്തിയതും അതാ കിടക്കണു. അതായത് ഇത്രയും നേരം മുകളിലൂടെ നല്ല അടിപൊളിയായി ഓടി നടന്ന കളിബോട്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ നിലം പതിച്ചെടുക്കുകയാണ്. ഇത് കണ്ടിട്ടും ആൾക്ക് വലിയ സംശയം തോന്നില്ല. എങ്കിലും കണ്ടല്ലോ എന്നും വിചാരിച്ച് അവളത് എടുക്കാൻ ശ്രമിക്കുകയാണ്. തൊട്ടടുത്ത് കിടന്ന ഒരു വലിയ വലത്തോട്ടിയും വെച്ച് അവളത് എടുക്കാൻ ശ്രമിക്കുകയാണ്. നന്നായിട്ട് എത്തി വലിഞ്ഞ് എന്നാൽ കിട്ടാറായതും അവൾ ആ പൂളിലേക്കാണ് വീഴാണ്. അടുത്ത ചുറ്റുവട്ടത്ത് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ വീണത് ശ്രദ്ധിക്കാനോ ഒന്നിനും പറ്റിയില്ല. അവൾ അതായത് ആ സ്വിമ്മിംഗ് പൂൾ കുറച്ച് ആഴമുള്ളതായതിനാൽ അവൾ അടിയിലേക്ക് അങ്ങനെ പോവാണ്. അതിൻ്റെ ഇടയിൽ മുകളിലായിട്ട് അവളുടെ അമ്മ വന്ന് നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവൾ മുകളിലേക്ക് എന്തും കൽപ്പിച്ച് മുകളിലേക്ക് വന്നിട്ട് അമ്മയോട് അമ്മ എന്ന് വിളിക്കാൻ ശ്രമിക്കുന്നതും പെട്ടെന്ന് അമ്മയെ കാണാനില്ല. അവൾക്ക് ആകെ ഒന്നും മനസ്സിലായില്ല. പെട്ടെന്നായിരുന്നു സ്വിമ്മിംഗ് പൂളിലെ ലൈറ്റും ഓഫായി.